ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ഇന്ന് രാവിലെ 7 മണിയായി. അമ്മ ഇപ്പം വിളിച്ചിട്ട് രാവിലെ മാമൻ അമ്പലത്തിൽ പോകുകയെന്നെല്ലാം പറഞ്ഞിട്ട് വിളിച്ചതിനും ഞാൻ ആദ്യം പറഞ്ഞു വേണ്ട പോകണ്ട, കാരണം ഉറങ്ങണം എന്നെല്ലാം പറഞ്ഞിട്ട് വേണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ പുറത്ത് നല്ല ചെറുതായിട്ട് മഴയുണ്ട്. അപ്പം നമ്മൾ മഴയത്ത് പോകുന്ന അമ്പലം എന്നെല്ലാം പറയുന്നൊരു വൈബല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ച് പോവാന്ന്, ഒന്ന് കുളിച്ച് റെഡിയാവണം. അപ്പോൾ ഇന്ന് നമുക്കൊരു ചെറുതായിട്ടൊരു രാവിലെ അമ്പലത്തിൽ പോകുന്നതും എല്ലായിട്ടൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ പോയിട്ട് കുളിച്ച് റെഡിയായി വന്നിട്ട് കാണാം. റെഡിയായി, ഇനിയിപ്പം പോകണം. കുറച്ച് ലേറ്റായി, പെട്ടെന്ന് വരണം, കുറച്ച് ആവശ്യമുണ്ട്. അപ്പോൾ അമ്മയുടെ രാവിലെ തന്നെ പോന്ന് മാമാനത്തെ അമ്പലത്തിൽ തൊഴുതിട്ട് വരാമല്ലോ. നമുക്ക് പോയിട്ട് കുറച്ച് നേരത്തെല്ലാം വിളിക്കണ്ടേ എന്നാ? നീ എണീക്കുമെന്ന് എനിക്കറിയില്ലല്ലോ. ഗൈസ്, രാവിലെ വിളിക്കേണ്ടത് അന്നെ പൊലച്ചക്ക് വിളിക്കേണ്ടതാണ്. എന്നിട്ട് പിന്നെ വിളിച്ചത് 6:45 7 മണി. ഇനിയും ലേറ്റ് ആക്കണോ? നമുക്ക് പോകാം. ശരി ഗൈസ്, കോട്ടിടണം ഗൈസ്. കോട്ടിട്ടോ ഞാൻ കോട്ടിട്ടോ. ഇല്ലെങ്കിലും വഴിക്ക് നിർത്തിയിട്ട് കോട്ടിടേണ്ട അവസ്ഥയായിരിക്കും. നമുക്ക് പോയിട്ട് വരാം. ഗൈസ്, ഒരു മണ്ടത്തരം ചെയ്തു. മഴയത്ത് കൊടയെടുക്കാണ്ട് പുറത്തു പോകുന്ന ആൾക്കാരെ കണ്ടിട്ടാണ് നമ്മള് അമ്പലത്തിലേക്ക് പോകുന്നത്. പക്ഷെ കൊട എടുത്തിട്ടില്ല ഗൈസ്. ഇനിയിപ്പോ ഇതെങ്ങനെ അഴിച്ചിട്ട് അമ്പലത്തിലോട്ട് പോകുന്ന അറിയില്ല. വല്ല ഹാക്കും കണ്ടുപിടിക്കേണ്ടി വരും. ഇവിടുത്തെ പൂജയും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാ വരുന്നത്. അതിൻ്റെ ഇതൊക്കെയാണ് ഇവിടെ പ്രധാനപ്പെട്ട വഴിപാടുകൾ എന്ന് പറയുന്നത്. എന്ത് വലിയ മീനല്ലേ! ഭീകരജീവിയായി ഗൈസ്. എന്താണ് ഈ അവസരത്തിൽ പറയാനുള്ളത്? അവസരത്തിലൊന്നും പറയാനില്ല. നല്ല ദർശനം കിട്ടി, അതന്നെ. അപ്പോൾ നമുക്ക് വീട്ടിൽ പോവാം. കൂട്ടണം. മഴയുണ്ടാവും, നനഞ്ഞിട്ട് പോയാലും കൂട്ടിട്ടാലും എല്ലാം കണക്കിന്. അപ്പോൾ ഗൈസ് ബൈ. പോകുന്ന വഴിക്ക് കാണിച്ചാൽ ഇതാണ് നിലാമുറ്റം പള്ളി. ഇത് ഈ അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. എന്തോ ചരിത്രം എന്തോ ഉണ്ട് മാടായിക്ക ഈ സോറി മാമാനത്തമ്മയായിട്ട് എന്തോ ചരിത്രമുണ്ട്. എന്താണെന്നൊന്നും എനിക്കറിയില്ല. പണ്ട് തൊട്ടേ ഇങ്ങനെ പറയുന്ന കേൾക്കാം, ഈ രണ്ട് പള്ളിയും അമ്പലവും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടെന്ന്. അങ്ങനെ എന്തോ. അറ്റ് ലാസ്റ്റ് വീട്ടിലെത്തി. പക്ഷേ പോകുന്നത്ര മഴ ഉണ്ടായിട്ടില്ല. വരുമ്പോൾ മഴ ചെറിയ ചാറ്റൽ മഴ പോലെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഹെൽമെറ്റെല്ലാം ഇട്ടുകൊണ്ട് മുടിയെല്ലാം എന്തെല്ലോ പോലെ ഉണ്ട്. അപ്പം എനിക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വരാം. രാവിലെ പോകുമ്പോൾ ഒന്നും ആക്കിയിട്ടില്ലായിരുന്നു. പെട്ടെന്നായിരുന്നു രാത്രിക്ക് തീരുമാനിച്ചതാണ്. രാത്രി ഞാൻ എണീറ്റ് വരുമ്പോൾ തന്നെ മോളോട് പറഞ്ഞതാണ്. മോളൊന്നും അറിയില്ലായിരുന്നു. അങ്ങനെ നമ്മളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. വന്നു കഴിഞ്ഞ് നല്ല പഴുത്ത പഴമുണ്ടായിരുന്നു. അതൊന്നും പഴംപൊരിയാക്കിയിട്ട് ചായ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വൈകുന്നേരമായി ഗൈസ്. രാവിലെ അമ്പലത്തിൽ പോയി വന്ന് പഴംപൊരി എല്ലാം തിന്ന് കുറച്ച് പരിപാടി ഉണ്ടേനും. നല്ല പരിപാടി ഫോൺ വരുന്നു. അപ്പോൾ കുറച്ച് പരിപാടിയും കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. വൈകുന്നേരമായിപ്പോയി. വൈകുന്നേരം ഇപ്പം നമ്മളിങ്ങനെ വെറുതെ ഇരിക്കലാന്ന്. അമ്മേൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് ഞാൻ വന്നു കഴിഞ്ഞാൽ അമ്മക്ക് പണിയൊന്നും ഇല്ല ഗൈസ്. ഒന്നുമില്ല, മോളെല്ലാം എടുക്കും. അതെ, എല്ലാ പണിയും ഞാനും അമ്മയും കൂടെ സഹകരിച്ചിട്ടെല്ലാം എടുക്കല്. ആണല്ലേ? കേൾക്കാൻ ആഗ്രഹമുണ്ട്. നടക്കൂല.
നിങ്ങളെ വീട്ടിൽ നിങ്ങളെ അമ്മ അങ്ങനത്തെ നമ്മളൊരു പാത്രം കഴുകി വെച്ച പാത്രം കഴുകി വെച്ചു എന്ന് പറയാൻ ഭയങ്കര മടിയായിരിക്കും. അങ്ങനെയുള്ള അമ്മമാരുള്ള ആൾക്കാർ കമന്റ് ചെയ്യണം. നീ ഭക്ഷണം കഴിച്ച പാത്രം